അയ്യേ, ഈ ബോച്ച ഇത്ര വഷളൻ സ്വഭാവക്കാരനായിരുന്നു എന്ന് നമുക്ക് തീരെ അറിയില്ലായിരുന്നു അല്ലേ? ആണോ? എത്ര കാലങ്ങളായിട്ട് അയാൾ നിരന്തരമായിട്ട് ഉദ്ഘാടന വേദികളിലേക്ക് വരുന്ന സ്ത്രീകളെയും അല്ലാത്ത ഇന്റർവ്യൂകളിൽ പോയി ഇരുന്ന സ്ത്രീകളെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഊളത്തരത്തെയും ആപസത്തരത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ഊളകളുടെ സംസ്ഥാന സമ്മേളനവും നടക്കാറുണ്ട് അല്ലെ? ഹെലനോ സ്പാർട്ട എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ഉണ്ട്. അവരെ ഒരു വൃത്തികെട്ട രീതിയിൽ ബോച്ചയുടെ ആരോ ഒരാള്, ബോച്ച ആദ്യം വിളിക്കുന്നു, പിന്നീട് അദ്ദേഹത്തിന്റെ PA വിളിച്ച് എന്തോ ഒരു ഡീല് നടത്താൻ ശ്രമിച്ചു. നല്ല കിഡിലൻ പണി സീക്രട്ട് ഏജന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കോൾ വന്നു. നമുക്ക് ട്രൂ കോളറിൽ കാണിക്കുമല്ലോ, ബോബി ഷെമണ്ണൂർ എന്നാണ് ട്രൂ കോളറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പം തട്ടിപ്പായിരിക്കും, കാരണം എന്റെ തന്നെ ഫ്രണ്ട്സ് പല പേരും ട്രൂ കോളറിൽ സേവ് ചെയ്തിടാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്, എന്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ, എന്തായാലും ബോബി ഷെമണ്ണൂർ എന്ന് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പം ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ